ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ സോൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാലത്തെ മസാല ദോശ ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഇന്ന് വിഷു കഴിഞ്ഞിട്ട് 2ാം ദിവസമാണ്. അപ്പോൾ എല്ലാവരും വിഷു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീടുകളിലോട്ടൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. ഞങ്ങൾ വിഷു കഴിഞ്ഞ് പിറ്റേന്ന് ദിവസം കൊണ്ടിട്ടാണ് വീട്ടിലോട്ട് പോവാറ്. അച്ഛനും അമ്മയും ഞങ്ങളങ്ങോട്ട് വിളിക്കും, അപ്പം ഞങ്ങളങ്ങോട്ട് പോകും. അപ്പോൾ എല്ലാവരും കൂടി അവിടെ കൂടും, അതാണ് പതിവ്. അപ്പോൾ അങ്ങനെ മസാല ദോശയും കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവേനെ. എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ബസ് കാശ് വേണ്ട, വണ്ടി വിളിക്കേണ്ട, നടന്നാൽ മതി. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വീടെത്തും. എന്നും എല്ലാവരെയും കാണും. ജനിച്ച നാടും ജനിച്ച വീടും അതൊക്കെ എന്നും കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ദേവീക്ഷേത്രമുണ്ട്. ദേവീക്ഷേത്രം കഴിഞ്ഞിട്ട് എൻ്റെ വീടാണ്. വീടിൻ്റെ ബാക്കിൽ കൂടെ മാത്രം കയറി ചെല്ലുന്നവരാണ് ഞങ്ങൾ. മിക്കവരും വീടിൻ്റെ ബാക്കിൽ കൂടെ തന്നെയാണ് ചെല്ലാൻ, പിന്നെ ഫ്രണ്ടിലൂടെ കയറൽ പതിവില്ല. അപ്പോൾ അമ്മയും ചേച്ചിയുടെ മോളും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം ഞങ്ങൾ കോമഡി ഫോട്ടോഷൂട്ടാണ്. അവനോട്ട് വീഡിയോ പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കുള്ളൂ മുഖം. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്താണ് അമ്മ നോക്കണം കേട്ടോ. അത് അവൻ ഓരോ കോമഡികളൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത്രയും പേരെ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ളൂ. ബാക്കി എല്ലാവർക്കും ജോലി തിരക്കാണ്, എല്ലാവരും പോയേക്കാണ് ഓരോരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ചെന്ന വഴി ഞങ്ങൾക്ക് അമ്മ കുറച്ച് മുന്തിരിയൊക്കെ എടുത്തു തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ മുറ്റം. കാര്യം അവനോട് ഭയങ്കര ചൂടാണ് ഇപ്പം. അത് കാരണം കൊണ്ട് എപ്പോഴും ഷർട്ട് ഊരിയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ചൂട് കൂടുതലല്ലേ. ഇപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് വലിയ ഇതായിട്ട് ചൂടില്ല, എന്നാലും ചൂടുണ്ടാവും. ഇതിനൊക്കെ കൂടുതൽ മരങ്ങളുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പം മരങ്ങൾ കുറഞ്ഞ് ചോലയൊക്കെ കുറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ലൈഫിൻ്റെ ഇത് കിട്ടിയ വീടാണ്. കുറച്ചായിട്ടുള്ളൂ പണിതിട്ട് കേട്ടോ. 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. വീട് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം, വേറൊരു വീഡിയോ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അവനോട് അവിടെ നിന്ന് പൂവും ചെടിയാത്തതൊക്കെ പറിച്ചുകൊണ്ടൊന്ന് കളിക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് വിഷു 2ാം ദിവസമായ വിഷുവിന് ഉച്ചക്ക് ഞങ്ങൾക്ക് സ്പെഷ്യലൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അവനോട്ട് വാഴെല്ലാം അറിക്കാൻ നടക്കേണ്ട. വീടിൻ്റെ മുറ്റത്ത് തന്നെ വാഴ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 ഇല എടുത്താൽ മതിയല്ല. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നവനോട്ടിന് സൈസിന് പറ്റിയൊരു വാഴല കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ നവനോട്ടൻ. വെച്ചൊക്കെ നോക്കിയാണ് എൻ്റെ അത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു തന്നെയുണ്ട്. ആൾക്ക് വാഴലയിൽ ചോറ് തിന്നാൻ വലിയ താല്പര്യമല്ല, പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വാഴലയിൽ. അപ്പോൾ സദ്യക്ക് പോയാലൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി തന്നുണ്ട്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പച്ചക്കറിയായ കാരണം കൊണ്ട് പച്ചക്കറികളാണ് കൂടുതൽ ഉണ്ടാക്കിയേക്കണത്. തേങ്ങ അരച്ച കറി, അച്ചിങ്ങോത്ത്, പാവക്ക, അവച്ചെടി, അങ്ങനെ ഇങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് വറുത്തരച്ച് ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപാടെ പുള്ളിക്കാരൻ പുറത്തിറങ്ങി നിന്നാണ് അവനോട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് തുടങ്ങി. ഇപ്പോൾ വേഗം ഷർട്ടൊക്കെ എടുത്തിട്ട് നിൽക്കേണ്ട, ഇപ്പോൾ വീട്ടിൽ പോകണം. ഒരു മിക്ക കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. സ്വന്തം വീട്ടിലോട്ട് നമ്മൾ പോയി കഴിയുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് വീട്ടിലോട്ട് വരണമെന്ന് പറയും. അമ്മമാരെപ്പോഴും പെട്ടുപോണ കാര്യം ഇതായിരിക്കുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് അടുത്തായ കാരണം കൊണ്ട് കുഴപ്പമില്ലല്ലോ, ഞങ്ങൾക്ക് പോരാല. ഞാനപ്പം സൈക്കിളൊക്കെ ചവിട്ടി വയ്ക്കും, നൊസ്റ്റാൾജിയ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് വന്നു. അവനോട്ടിൻ്റെ മേലുകളിലൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും വൈകുന്നേരം എല്ലാവരും ഉണ്ട്. ചേട്ടന്മാരും ചേച്ചിയും എല്ലാവരും ഉണ്ട്. അച്ഛനപ്പോൾ തൃശ്ശൂരൊക്കെ പോയി വന്നതിൻ്റെ ക്ഷീണത്തിൽ കിടക്കേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ അന്നദാതാവായ നൂലിറ്റുന്നത് എരട് കുഴലുകളാണ് കേട്ടോ കിടക്കണത്. എൻ്റെ അമ്മ നെയ്ത്ത് തൊഴിലാളിയാണേ. അപ്പോൾ ഞങ്ങൾ കാണുന്ന കാലം തുടങ്ങി അമ്മ നെയ്ത്താണ്. അമ്മ ഒരു 9 വയസ്സ് തുടങ്ങി 4ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ കാലം തുടങ്ങി നെയ്ത്താണ്. 4ാം ക്ലാസ് വരെ അത് കാരണം പഠിക്കാം. ജീവിതം മൊത്തം ഈ ഒരു തൊഴിൽ കൊണ്ടുപോയത് കൊണ്ട് ഞങ്ങൾക്ക് ഈ തൊഴിൽ പഠിക്കുന്നിടത്ത് ഞങ്ങളുടെ അമ്മക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ചേട്ടൻ എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ എനിക്കൊരു ചുരിദാറിൻ്റെ തുണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഒരു ഷർട്ടും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ എൻ്റെ എല്ലാ ഡ്രസ്സുകളും ചേട്ടൻ മേടിക്കുന്നതായിരിക്കുള്ളൂ. ഞാനായിട്ടൊന്നും മേടിക്കാറില്ല. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുക്കില്ല, ചേട്ടനെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ചേട്ടൻ എടുക്കുമ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ. കാണാനായിട്ട് നല്ലതാണെന്ന് പറയും, ഇട്ടാലും നല്ലതാണെന്ന് പറയും. അപ്പോൾ ചേട്ടൻ ഞങ്ങളാദ്യം ഭക്ഷണം കഴിക്കേണ്ട, ഞങ്ങൾക്ക് സമയമാണ്. ചേട്ടൻ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കും.
കറക്റ്റ് സമയത്ത് കിടക്കും അങ്ങനെയാണ്. അപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ സമയമൊന്നുമില്ല, ചേച്ചിക്ക് ചേട്ടനേക്കാൾ. അപ്പോൾ അച്ഛൻ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ തന്നെ പോകാൻ റെഡിയാവും കേട്ടോ. ചേച്ചി അവിടെ നിന്ന് വിളിയിട്ടുണ്ട്. ഞാൻ ചേച്ചിന്നൊന്നും വിളിക്കാറില്ല. ഞങ്ങൾ വാടിയ പൊടി വെന്തോണ്ടാ. അപ്പോൾ നൂല് ചുറ്റാൻ ഒത്തിരി കുഴലുണ്ടേ. അപ്പോൾ അമ്മക്കൊന്ന് സഹായമാവുമല്ലോ, അതുകൊണ്ടാണ് ചുറ്റി കൊടുക്കണം. എൻ്റെ മോനാണ് എപ്പോഴും ചുറ്റണ ആൾ. അപ്പോൾ അവർ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങി. ഈ കുഞ്ഞു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുടെ കാണും വരെ എല്ലാവർക്കും ബായ്.